അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഫ്ലെക്സിബിലിറ്റിയാണ്. ഫ്ലെക്സിബിലിറ്റിയെ കുറിച്ച് പഠിച്ചതിന് ശേഷം നമ്മളിനി പഠിക്കാൻ പോകുന്നത് പ്രോനോൺ ആണ്. പ്രോനോൺ എന്ന് പറയുമ്പം അറബിയിൽ ലമീറുകൾ എന്നാണ് പറയുക. ലമാഇർ എന്നാണ് അതിന്റെ ബഹുവചനം. ഇസ്മിന്റെ കാറ്റഗറിയിൽ വരുന്ന ഒരു സെക്ഷനാണ് ഈ ലമീറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ലമീറുകളിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് സ്വതന്ത്രമായി കിടക്കുന്ന എന്നും ഒറ്റപ്പെട്ടു വരുന്ന പ്രോനോണുകളാണ്. അപ്പൊ അങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന പ്രോനോണുകളെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഈ ചാർട്ട് നോക്കുമ്പോൾ ചാർട്ടിൽ ഈ ഹുവ ഹുമാഹും ഹിയ ഹുമാഹുന്ന അൻത അൻതുമ അൻതും അൻതി അൻതുമ അൻതുന്ന അന നഹ്നു, ഇതാണ് സ്വതന്ത്രമായിട്ട് വരുന്ന പ്രോനോണുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഹുവ എന്ന് പറയുമ്പോൾ അവൻ ഒരു പുരുഷൻ എന്നാണ്. ഹുമ എന്ന് പറയുമ്പോൾ അവർ രണ്ട് പുരുഷന്മാർ എന്നാണ്. ഹും എന്ന് പറയുമ്പോൾ അവർ പല പുരുഷന്മാർ. ഹിയ എന്ന് പറയുമ്പോൾ അവൾ ഒരു സ്ത്രീ അല്ലെങ്കിൽ അവൾ ഒരു പെണ്ണ്. ഹുമ എന്ന് പറയുമ്പോൾ അവൾ രണ്ട് സ്ത്രീകൾ. ഹുന്ന എന്ന് പറയുമ്പോൾ അതിന്റെ പ്ലൂറലാണ്, അതായത് ബഹുവചനമാണ്. ഹുന്ന എന്ന് പറയുമ്പോൾ അവർ പല സ്ത്രീകൾ, അതായത് മൂന്നോ അതിൽ കൂടുതലോ സ്ത്രീകൾക്ക് പറയുന്നതാണ് ഹുന്ന എന്നുള്ളത്. അതിൽ രണ്ട് സെക്ഷൻ ഉണ്ട്, ഒന്ന് മാസ്കുലിൻ സെക്ഷനും ഒന്ന് ഫെമിനിൻ സെക്ഷനും. മാസ്കുലിൻ സെക്ഷനിലെ ആദ്യത്തെ ഈ 6 പ്രോനോണുകൾ എന്ന് പറയുന്നത് അടുത്തില്ലാത്ത, അതായത് ദൂരത്തുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചാണ് പറയുക. പൊതുവെ അവർ, അവൻ എന്നൊക്കെ പറയുമ്പോൾ അടുത്തുള്ള ആൾക്കാർ എന്തായാലും നമ്മൾ സൂചിപ്പിക്കൂല, ദൂരെയുള്ള ആൾക്കാരായിരിക്കും പൊതുവെ സൂചിപ്പിക്കാറ്. ഇപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ സെക്ഷനിൽ നീ എന്നുള്ള സെക്ഷൻ, അതായത് നമ്മൾ തൊട്ട് മുമ്പിലുള്ള ആൾക്കാരെ സംബോധന ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളാണിത്. അൻത എന്ന് പറയുമ്പോൾ നീ ഒരു പുരുഷൻ. അൻതുമ എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ട് പുരുഷന്മാർ. അൻതും എന്ന് പറയുമ്പോൾ നിങ്ങൾ പല പുരുഷന്മാർ എന്നാണ്. അതേപോലെ ഫെമിനിൻ സെക്ഷനിലേക്ക് പോകുമ്പോൾ അൻതി എന്ന് പറയുമ്പോൾ നീ ഒരു സ്ത്രീ. അൻതുമ എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ട് സ്ത്രീകൾ. അൻതുന്ന എന്ന് പറയുമ്പോഴാണ് നിങ്ങൾ പല സ്ത്രീകളാവുന്നത്. അതായത് നീ എന്നുള്ള ഒരു കാറ്റഗറി വെച്ചിട്ടാണ് ഈ ഒരു സെക്ഷൻ പൂർത്തിയാവുന്നത്. അതുപോലെ അന നഹ്നു എന്ന് പറയുന്ന സെക്ഷൻ എന്ന് പറയുന്നത് നമ്മളെ തന്നെ സംബോധന ചെയ്ത് പറയുമ്പോഴാണ്. അന എന്ന് പറയുമ്പോൾ ഞാൻ എന്നാണ്, നഹ്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കിതൊന്ന് ആവർത്തിച്ച് പറയാം. ഹുവ ഹുമാഹും ഹിയ ഹുമാഹുന്ന അൻത അൻതുമ അൻതും അൻതി അൻതുമ അൻതുന്ന അന നഹ്നു. ഇത് തീർച്ചയായിട്ടും മനഃപ്പാടമാക്കേണ്ട ഒരു ചാർട്ടാണ്. നമ്മൾ ആദ്യം മനഃപ്പാടാക്കിയത് മുസ്ലിമുൻ ചാർട്ടാണ്. പിന്നീട് ഇനിയിപ്പോൾ മനഃപ്പാടാക്കേണ്ട ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഈ പ്രോനോണുകളാണ്. ഇത് തീർച്ചയായിട്ടും മനഃപ്പാടാക്കണം, എന്നിട്ടേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ, മനസ്സിലാവുള്ളൂ. ഒരു 4-5 പ്രാവശ്യം അല്ലെങ്കിൽ 5-10 പ്രാവശ്യം ഇതൊന്ന് ആവർത്തിച്ച് പറഞ്ഞാൽ തന്നെ നമ്മുടെ തലയിൽ നിൽക്കുന്നതാണ്. പിന്നെ അതിന്റെ അർത്ഥം വരുന്നത് അവൻ എന്നുള്ളതിന്റെ പേറും പ്ലൂറലും വരും, അത് മാസ്കുലിനും വരും ഫെമിനിനും വരും. നീ എന്നുള്ളതിന്റെ പേറും പ്ലൂറലും വരും, മാസ്കുലിനും ഫെമിനിനും ഉണ്ട്. ഞാനും ഞങ്ങളും എന്നുള്ളതിന്റെ മാസ്കുലിനും ഫെമിനിനും സെയിം ആയിരിക്കും എന്നുള്ള കേസിൽ. അതിനു പുറമെ നമ്മളിപ്പോ ഈ പഠിച്ച പ്രോനോണുകളൊക്കെ എന്നും ഒരു സ്റ്റാറ്റസിൽ തന്നെയായിരിക്കും നിലനിൽക്കുക. അതായത് ഹുവ ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന അൻത അൻതുമ അൻതും അൻതി അൻതുമ അൻതുന്ന അന നഹ്നു. ഈ വാക്കുകൾക്കൊന്നും ഒരു മാറ്റവും സംഭവിക്കൂല. നമ്മൾ മുസ്ലിമുൻ ചാർട്ട് പഠിച്ചത് അതിന്റെ അവസാനത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദവും അവസാനത്തിൽ ഉപയോഗിക്കുന്ന കോമ്പിനേഷനൊക്കെ മാറുന്നതിനനുസരിച്ച് റഫ നസ്ബ് ജറൊക്കെ മാറും. അതേപോലെ സിംഗുലറും പ്ലൂറലും പെയറും ഒക്കെ മാറുന്നുണ്ട്. ഇതിലും അതുപോലെ മാറുന്നുണ്ട്. പക്ഷെ ഇത് മൊത്തത്തിൽ ഒറ്റ സ്റ്റാറ്റസിൽ ഏതവസ്ഥയിലും നിലനിൽക്കുമെന്നാണ്. ഇതിന്റെ സ്റ്റാറ്റസ് എന്നും റഫ ആയിരിക്കും. ഇങ്ങനെ സ്വതന്ത്രമായി വരുന്ന പ്രോനോണുകളുടെ സ്റ്റാറ്റസ് എന്നും റഫ ആയിരിക്കും എന്നാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ നസബും ജറും എന്തായിരിക്കും, ഒരു പ്രോനോണിന്റെ നസബും ജറും എന്തായിരിക്കും എന്ന് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോവാം. ആദ്യം നമ്മൾ പറഞ്ഞത് സ്വതന്ത്രമായി നിൽക്കുന്ന പ്രോനോണാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ചേർക്കപ്പെടുന്ന പ്രോനോണുകളെ കുറിച്ചാണ്. ഇപ്പൊ ചേർക്കപ്പെടുന്ന പ്രോനോണുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് അത് നസബ് അല്ലെങ്കിൽ ജറ് ആവാം എന്നുള്ളതാണ്. ഒരു സെന്റൻസിന്റെ അവസ്ഥ അനുസരിച്ചായിരിക്കും, അതിന്റെ കൂടെ വരുന്ന വാക്കുകൾക്ക് അനുസരിച്ചിട്ടായിരിക്കും അതിനെ നസബാണോ ജറാണോ എന്ന് നിർണ്ണയിക്കാൻ പറ്റുക. അപ്പോ നമ്മൾ നേരത്തെ കണ്ട പോലെ ഹുവ ഹുമാഹും യഹുമാഹുന്ന എന്നുള്ളതിനെ എടുത്തു നോക്കിയാൽ ഇവിടെ ഹുവ എന്നുള്ളത് ചേർക്കപ്പെടുന്ന പ്രോനോൺ ആകുമ്പോൾ ഹു അല്ലെങ്കിൽ അവസാനം ഹി എന്നായി ഏതെങ്കിലും ഒന്ന് ആവുന്ന രീതിയിലാവാം. അതായത് അവൻ ഒരു പുരുഷനെ എന്താക്കാം, ഈ ഒരു രീതിയിലാക്കി മാറ്റും എന്നുള്ളതാണ്. അത് നസബും
ജറും ആക്കുകയാണെങ്കിൽ. അതുപോലെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഹുമ, ഹുമ, ഹുന്ന അത് ചേർന്ന പ്രോനൗൺ ആയാലും സ്വതന്ത്ര പ്രോനൗൺ ആയാലും അതിന്റെ രൂപഭാവത്തിലും ഒന്നും ഒരു മാറ്റം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അത് അതുപോലെ തന്നെ നിലനിൽക്കുന്ന രണ്ട് കേസുകൾ ഇതാണ്. പെയറും പ്ലൂറലുമായ കേസിൽ ഈ ഹുമ, ഹും അല്ലെങ്കിൽ ഹുമ, ഹുന്ന എന്നീ രണ്ട് ദമീറുകൾ അതായത് പ്രോനൗണുകൾ അതുപോലെ തന്നെ നിലനിൽക്കും എന്നുള്ളതാണ്. ബാക്കി കേസുകൾ മാത്രമേ നമുക്ക് മാറ്റങ്ങൾ വരുന്നത് പഠിക്കാനുള്ളൂ. അപ്പൊ ഈ കേസുകളിൽ നമുക്ക് കൺഫ്യൂഷൻ ആവാനില്ല. അപ്പൊ നമ്മൾ പഠിച്ചത് ഹുവാന്റെ ഹൂ അല്ലെങ്കിൽ ഹീ എന്നായി മാറും. അതേപോലെ ഫെമിനിൻ ആവുമ്പോൾ ഹിയ എന്നുള്ളതിനെ ഹ എന്നാക്കി മാറ്റും എന്നുള്ളതാണ്. ഈ രണ്ട് കേസ് മാത്രമേ ഫസ്റ്റത്തെ സെക്ഷനിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് കാണുന്നുള്ളൂ. ഹുവ എന്നുള്ളത് ഹുവാവും അല്ലെങ്കിൽ ഹിയാവും ആ ആവും. അതായത് അവനൊരു പുരുഷൻ എന്നുള്ളത് ഇങ്ങനെയാവും, അവളൊരു സ്ത്രീ ആണെങ്കിൽ ആ ആയി മാറും. നീ എന്നുള്ള കേസ് എടുക്കുമ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ പഠിച്ചത് അൻത, അൻതുമ, അൻതും, അൻറ്റി, അൻതുമ, അൻതുന്നോ ചേർക്കപ്പെടുന്ന സാധനം ആവുമ്പോൾ ഈ അവസാനത്തിൽ വരുന്ന തായും അതിനുശേഷം വരുന്ന കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അതായത് ഈ അറ്റാച്ച്ഡ് അതായത് ചേർക്കപ്പെടുന്ന പ്രോനോൺ ആകുമ്പോൾ ഈ താ എന്നുള്ളത് ക ആയി മാറും. ഇത്രേ ശ്രദ്ധിക്കാനുള്ളൂ. അതായത് അൻത എന്നുള്ളതിനെ ഈ താ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ ആക്കി മാറ്റും. താക്ക് ശേഷമുള്ള കാര്യങ്ങളും കൂട്ടണം. ത എന്നുള്ളതിൽ താന്നുള്ളത് ക ആയി മാറും. ഇവിടെ നോക്കിയാൽ മതി, ക ആയി മാറി. അതേപോലെ അൻതുമ, അൻതുമ എന്നുള്ളതിൽ തുമ എന്നാണ് ലാസ്റ്റ് വരുന്നത്. താക്ക് ശേഷമുള്ളതും കൂട്ടണം, തായെയും കൂട്ടണം. അങ്ങനെയാവുമ്പോൾ ഇവിടെ താക്ക് പകരം ക ആക്കുക കുമാന്നായി മാറും. അതേപോലെ കുമാന്നായി മാറും. അതേപോലെ അൻതും എന്നുള്ളതിൽ തും എന്നുള്ളതിനെ താന്റെ സ്ഥാനത്ത് ക ആക്കി കഴിഞ്ഞാൽ കുമ്മായി മാറും. അൻതി എന്നുള്ളതിൽ തീ എന്നുള്ളതിനെ കീ ആക്കി, അൻതുമ എന്നുള്ളതിനെ നേരത്തെ ചെയ്ത പോലെ തന്നെ കുമാന്നാക്കി, അൻതുന്ന എന്നുള്ളതിനെ തുന്ന എന്നുള്ള കേസിനെ ക ആക്കി മാറ്റുമ്പോൾ കുന്ന ആയി മാറുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഈ ചേർക്കപ്പെടുന്ന പ്രോനൗണിലുള്ള അൻത വേർഷനിലുണ്ടാവുന്ന മാറ്റങ്ങൾ. അതായത് രണ്ടാമത്തെ സെക്ഷനാണ് നമ്മൾ പഠിച്ചത്. അൻത, അൻതുമ, അൻതും, അൻതി, അൻതുമ, അൻതുന്ന എന്നുള്ളത് ക, കുമ, കും, കീ, കുമ, കുന്ന എന്നായി മാറും. അതിനുശേഷം വരുന്നത് അന, നഹ്നു എന്നാണ്. അപ്പൊ അന, നഹ്നു എന്നുള്ളതിന്റെ അറ്റാച്ച്ഡ് അതായത് ചേർക്കപ്പെടുന്ന പ്രോനൗണിന്റെ രൂപമായി മാറുന്നത് ഒന്ന് നസബ് ആണെങ്കിൽ നീ എന്നായി മാറും, ജർ ആണെങ്കിൽ ഈ എന്നായി മാറും. അവസാനത്തിൽ യാ ചേർക്കപ്പെടുമ്പോൾ ഈ ആയി മാറും. അതുപോലെ നഹ്നു ഞങ്ങൾ എന്നുള്ളതിനെ നാ നീട്ടപ്പെട്ട നാ ആയി മാറും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു അന എന്നുള്ളതിൽ മാത്രമേ രണ്ട് രീതിയിൽ അതായത് നസബിലും ജെറിലും രണ്ട് രീതിയിലായി മാറുന്നുള്ളൂ. ബാക്കി എല്ലാത്തിലും നസബും ജെറും ഒരുപോലെ തന്നെ ആയിരിക്കും നിലനിൽക്കുക. അതിൽ മാറ്റം ഉണ്ടാവില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ നോക്കിയതിൽ ഈ ഹുമ, ഹും, ഹുമ, ഹുന്ന എന്നുള്ളതിൽ ചില കേസുകളിൽ എളുപ്പത്തിൽ നമുക്ക് ഹിമ എന്ന് ഉപയോഗിക്കാനായിരിക്കും എളുപ്പം. അപ്പൊ അറബികൾ എന്ത് ചെയ്തു, ആ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഹുമ എന്നുള്ള സ്ഥാനത്ത് ചില സ്ഥലങ്ങളിൽ ഹിമ എന്നാക്കി മാറ്റിയിട്ടുണ്ട്, ഹിം എന്നാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അതേപോലെ ഇവിടെയും ഹിമ എന്നാക്കിയിട്ടുണ്ട്, ഹിന്ന എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ട് ഓപ്ഷനുകളെ വരുന്നുള്ളൂ, ഹുമ, ഹിമ, ഹുമ, ഹും, ഹിം, ഹുമ, ഹിമ, ഹുന്ന, ഹിന്ന. ഇവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. പക്ഷെ ഈ ഹു എന്നുള്ളതിന് ഹി ആക്കി മാറ്റുന്ന കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് എന്നാണ് പ്രത്യേകം മനസ്സിലാക്കാനുള്ളത്. ബാക്കിയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഹുവ എന്നുള്ളത് ഹു അല്ലെങ്കിൽ ഹി ആയി മാറും, ഹിയ എന്നുള്ളത് ഹ ആയി മാറും, അൻത എന്നുള്ളത് ക ആയി മാറും, അൻതുമ എന്നുള്ളത് കുമാന്നായി മാറും, അൻതും എന്നുള്ളത് കുമ്മായി മാറും, അൻതി എന്നുള്ളത് കീ ആയി മാറും, അൻതുമ എന്നുള്ളത് കുമാന്നാവും, അൻതുന്ന കുന്നാവും, അന എന്നുള്ളത് നീ നസബാണെങ്കിൽ ഈ ജറാണെങ്കിലും ആവും. പിന്നെ നഹ്നു ആണെങ്കിൽ നാ എന്നായി മാറും. ഇവിടെ നമ്മൾ മനസ്സിലാക്കി അത് മനഃപ്പാടമാക്കേണ്ടതാണ്. അപ്പോൾ സ്വതന്ത്ര പ്രോനൗണുകൾ മൊത്തത്തിൽ റഫയിലായിരിക്കും എപ്പോഴും ഉണ്ടാവുക. മറിച്ച് ചേർക്കപ്പെടുന്ന പ്രോനൗണുകൾ നസബിലും ജറിലും ഉണ്ടാവും. അത് അതിന്റെ കൂടെ വരുന്ന വാക്കുകൾ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഈ ആയത്തില് എന്നുള്ളതിൽ അൻജാഅഹു എന്നുള്ളത് ഒരു വാക്കല്ല, രണ്ട് വാക്കുകളാണ്. അതിൽ ഹു എന്നുള്ളത് നമ്മൾ പഠിച്ച ഹുവന്റെ ചേർന്ന പ്രോനൗൺ ആകുന്ന രീതിയാണ്. ഇതിപ്പോ ചേർക്കപ്പെടുന്ന പ്രോനൗൺ ആയതുകൊണ്ടാണ് അത് ഹുവ എന്നുള്ളത് ഹുവായി മാറിയത്. ഇതേപോലെ അടുത്ത ആയത്ത് നോക്കുമ്പോൾ ഇവിടെ യുദ്രീക്ക എന്നുള്ളതിനെ രണ്ട് വാക്കായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക എന്നുള്ളത് അൻതന്റെ ചേർക്കപ്പെടുന്ന പ്രോനൗൺ ആണ്. അതേപോലെ ഹു എന്നുള്ളത് ഹുവന്റെ ചേർക്കപ്പെടുന്ന രീതിയാണ്. അതുപോലെ ഓരോ ആയത്ത് എടുത്തു നോക്കിയാലും നമുക്ക് മനസ്സിലാവും ഇവിടെ ഹു ഉണ്ട്, ഇവിടെ അൻത തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അൻത എന്ന് ഉപയോഗിച്ചത് കൊണ്ട് അത് സ്വതന്ത്ര പ്രോനൗൺ ആണ്. ലഹൂല് ഹു ഉപയോഗിച്ചിരിക്കുന്നത് ചേർക്കപ്പെടുന്ന പ്രോനൗൺ ആയ രീതിയിലാണ്. അപ്പോൾ
ഈ ചേർക്കപ്പെടുന്ന പ്രോനൗണിന്റെ അർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാല് നമ്മൾ ഹുവ ഹുമ ഹും എന്നൊക്കെ പറയുമ്പോൾ അവൻ അവൾ എന്നൊക്കെ ആയിരുന്നു. അതുപോലെ ഇവിടെ നീ നിങ്ങൾ എന്നൊക്കെ ആയിരുന്നു. ഞാൻ ഞങ്ങൾ എന്നായിരുന്നു. ചേർക്കപ്പെടുന്ന പ്രോനൗണിലേക്ക് മാറുമ്പോൾ അവന്റെ എന്നുള്ളതായി മാറും, അല്ലെങ്കിൽ അവരുടെ എന്നായി മാറും, അവളുടെ എന്നായി മാറും, അല്ലെങ്കിൽ അവരുടെ എന്നായി മാറും. നീ നിന്റെ എന്നായി മാറും, അല്ലെങ്കിൽ നിങ്ങളുടെ എന്നായി മാറും. അതേപോലെ എന്റെ എന്നായി മാറും, അല്ലെങ്കിൽ ഞങ്ങളുടെ എന്നായി മാറും. ചേർക്കപ്പെടുന്ന പ്രോനൗണിന്റെ അർത്ഥം പൊതുവെ നമ്മൾ നോക്കുമ്പോൾ